Mr. P.A. Sirajuddin to facilitate our respected IMDs. Rajasthan ഇതിനെ ക്ഷണിക്കുന്നു. അതിശക്തമായിട്ടുള്ള കൈയടി. അതിശക്തമായിട്ടുള്ള കൈയടി. നമ്മുടെ DSNKയുടെ അഭിമാനം കണ്ണൂരിന്റെ പുലിക്കുട്ടി നമ്മുടെ സലീം സാർ. അതിശക്തമായിട്ടുള്ള കൈയടി. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ഓഫ് DXN Middle East, Mr. Salim Shajir. അതിശക്തമായിട്ടുള്ള കൈയടി. ഗുഡ് മോർണിംഗ്. പറ്റി കേട്ടിട്ട് കുറേ നേരം ഇങ്ങനെ DXN പറ്റി തന്നെ കേൾക്കുന്നു, അതിശക്തമായ കയ്യടി കേൾക്കുന്നു, എല്ലാം കേട്ടിട്ട് ആകെ തളർന്നിരിക്കുകയായിരിക്കും അല്ലേ? വേറെന്താ സംസാരിക്കുക ഇവിടെ? നമുക്ക് സിനിമയെ പറ്റി സംസാരിച്ചാലോ? മഞ്ഞുമ്മൽ ബോയ്സ് എത്ര പേര് കണ്ടു? മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിം കാണുന്ന ആൾക്കാർ കുറവാണ് ഇവിടെ. മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിലെ ഏറ്റവും വിജയകരമായ സിനിമയാണ്. എന്റെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിം കണ്ട ആൾക്കാരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കേരളത്തിലെ ഏറ്റവും വിജയകരമായ പടം ഇത്ര പേരെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, കണ്ട ആൾക്കാരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മഞ്ഞുമ്മൽ ബോയ്സിന്റെ കഥ എന്താണെന്ന് അറിയോ? അതായത് ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടം കൊടൈക്കനാലിലേക്ക് പോകുന്നു. അതിലൊരാൾ ഒരു കുഴിയിൽ വീണു പോകുന്നു. അതിൽ നിന്നും അയാളെ ഒരു സുഹൃത്ത് താഴേക്കിറങ്ങി രക്ഷിക്കുന്നു. ഇതാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ കഥ. ഈ കഥ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലർക്കും പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് DXN എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. പല പ്രഗത്ഭ സ്പീക്കേഴ്സ് ഇവിടെ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ എന്നാലും ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയായിരിക്കും, എന്താണ് DXN, എന്താണ് ഈ കമ്പനി, എന്തിനാണ് ഇത്രയും പേര് ഇതിനെപ്പറ്റി വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നത്? അപ്പം മഞ്ഞുമ്മൽ ബോയ്സും നമ്മളുടെ ജീവിതവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതായത് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി, ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് 2 കുട്ടികൾ ഇവിടെ സ്റ്റേജിൽ കയറി വന്നു. അവർക്ക് ഒരു മടിയുമില്ല സ്റ്റേജിൽ കയറി വരാൻ. അവരുടെ അമ്മയാണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല, അവരിവിടെ വന്നിട്ട് അവരിവിടെ വരെ വന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ കാല് വിറക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് കയറി വന്നില്ല. പക്ഷെ ആ കുട്ടികൾ ഒരു മടിയുമില്ലാതെ നേരെ സ്റ്റേജിൽ കയറി വരുന്നു, ലക്കി റോഡ് അടുത്ത് നിൽക്കുന്നു, ഒരു പ്രശ്നവുമില്ല. നമ്മളെല്ലാവരും ഇങ്ങനെയായിരുന്നു കുട്ടികളായിരുന്നപ്പോൾ. നമുക്ക് എവിടെയും കയറി ചെല്ലുന്നതിന് ഒരു മടിയുമില്ലായിരുന്നു. നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നു. കുറച്ച് വലുതായപ്പോ നമുക്കൊക്കെ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. വലിയൊരു നിലയിലെത്തണം, ഒരുപാട് കാശ് സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളുടെയൊക്കെ വീട്ടുകാരെയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ നോക്കി നടത്തണം. അതിനുശേഷം നമ്മൾക്കൊരു ജോലിയൊക്കെ ആയി, കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി. എൻ്റെ കുട്ടികളെ ഇനി നല്ല രീതിയിൽ നോക്കണം. ഹസ്ബൻഡ് ആണെങ്കിൽ എൻ്റെ ഭാര്യയും കുട്ടികളെയും നല്ല നിലയിൽ നോക്കണം. ഭാര്യ ആണെങ്കിൽ എൻ്റെ കുടുംബത്തിന് നല്ലൊരു ഭാവി ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ജീവിതത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴാണ് മഞ്ഞുമ്മൽ ബോയ്സ് പോലെ നമ്മൾ വലിയൊരു കുഴിയിലേക്ക് വീണുപോയിരിക്കുന്നത്.
19-ാം തീയതിയാണ്. ഇവിടെ ശമ്പളം വാങ്ങുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ DXNകാരല്ലാതെ 19-ാം തീയതി ആകുമ്പോഴേക്കും നമ്മളുടെ മാസ ശമ്പളം മിക്കവാറും തീർന്നിട്ടുണ്ടാവും. പലരുടെയും, അത് മലയാളികളുടെ മാത്രമല്ല, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. 19-ാം തീയതി 20-ാം തീയതി ആകുമ്പോഴേക്കും നമ്മളുടെ ശമ്പളം മുഴുവൻ കഴിഞ്ഞു. ഇനി ആരുടെയെങ്കിലും കടം വാങ്ങണം ഈ മാസം ഒന്ന് തീർക്കണമെങ്കിൽ. അങ്ങനത്തെ അവസ്ഥയാണ് പലരും. അതായത് മഞ്ഞുമ്മൽ ബോയ്സിൽ ഈ സുഭാഷ് എന്ന് പറയുന്ന പയ്യൻ വലിയൊരു കുഴിയിൽ വീണ പോലെ കുഴിയിൽ വീണിരിക്കുകയാണ് നമ്മൾ പലരും. ഇനി DXN എന്താണെന്ന് മനസ്സിലാക്കി തരാം. ആ ഫിലിമിൽ ഈ കുഴിയിൽ വീണ് കിടക്കുന്ന സുഭാഷിനെ രക്ഷിക്കാൻ വരുന്ന ഒരു കുട്ടേട്ടനുണ്ട്. ഈ കുട്ടേട്ടനാണ് DXN. സിംപ്ലി പറഞ്ഞു, അതായത് നിങ്ങൾ, അത് ഹെൽത്ത് ആയിക്കോട്ടെ വെൽത്ത് ആയിക്കോട്ടെ, നിങ്ങൾ താഴെ വീണ് കിടക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളിൽ പലരും താഴെ വീണ് കിടക്കുകയാണ്. സമയമായി മുകളിലേക്ക് പോവാൻ. പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇനി സമയമുണ്ടായിന്ന് വരില്ല. ആ കുഴിയിൽ കിടന്ന് തന്നെ നമ്മൾ മരിക്കും. നമ്മളുടെ കൂടെ കുഴിയിൽ കിടക്കുന്നവരാണ് നമ്മളുടെ ഫാമിലിയും. കുട്ടേട്ടൻ വന്നിരിക്കുകയാണ് രക്ഷിക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റൂമിൽ ഇരിക്കുന്നത്. പക്ഷെ നമ്മളുടെ മലയാളികളുടെ ഒരു കുഴപ്പം എന്താ അറിയോ? കുട്ടേട്ടൻ വന്ന് കൈ നീട്ടുകയാണ് രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ കുട്ടേട്ടൻ ഒന്ന് നോക്കും. കുട്ടേട്ടൻ ആളത്ര വെടിപ്പല്ലല്ലോ, കുട്ടേട്ടൻ ആള് ശരിയല്ലല്ലോ, കുട്ടേട്ടന്റെ സുഹൃത്തുക്കളൊന്നും അത്ര പോരല്ലോ, അപ്പൊ കുട്ടേട്ടന് ഞാൻ കൈ കൊടുക്കണ്ട. കുട്ടേട്ടനെ വിമർശിക്കാൻ തുടങ്ങും. അതാണ് നമ്മളുടെ ഒരു പ്രശ്നം. കുട്ടേട്ടൻ കുറെ നേരം കാത്തു നിന്നതിന് ശേഷം കുട്ടേട്ടൻ മുകളിലേക്ക് പോകും. നമ്മൾ കൂടെ ഉണ്ടാവില്ല. നമ്മളുടെ ജീവിതം പിന്നെയും കുഴിയും. ഇതുപോലെയാണ് നമ്മളിൽ പലരും DXNനെയും നോക്കിക്കാണുന്നത്. എന്റെ ജീവിതകഥ കേൾക്കാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട്? ആർക്കും ഇല്ല താല്പര്യം? എല്ലാവർക്കും ഉണ്ടല്ലേ? ഞാൻ 2001 കൊച്ചിയിൽ MBA കഴിഞ്ഞ് 2006 ഞാൻ ദുബായിലേക്ക് ഒരു ജോലി തേടിപ്പോയി. ഒരു ശരാശരി മലയാളി തന്നെയായിരുന്നു ഞാൻ. അവിടെ എത്തിയപ്പോൾ ജോലിയൊന്നും കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ദുബായിൽ ജോലി കിട്ടണമെങ്കിൽ ഒന്നുകിൽ ദുബായിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം, അതിന്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസും വേണം. ഈ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ ആദ്യം ഒരു ജോലി കിട്ടണം, എന്നിട്ട് വിസ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാ ജോലിക്കാരും ചോദിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, പിന്നെ ദുബായ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെന്റെ അടുത്തില്ല. അപ്പൊ ഞാൻ ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഒരു വളരെ ആത്മാർത്ഥ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ജിജിത്ത് എന്നാണ്, ഇപ്പം നമ്മളുടെ ഡോക്ടർ ലിമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്, സ്പെഷ്യൽ അസിസ്റ്റന്റ് ആണ്, അതിനുപരി ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറുമാണ്. ഈ ജിജിത്തിനെ എനിക്ക് വളരെ നാളുകൾ മുന്നേ അറിയാമായിരുന്നു. അപ്പം ഞാൻ ജിജിത്തിനെ വിളിച്ചു. ജിജിത്തിനെ അങ്ങോട്ട് വിളിച്ചില്ല, ജിജിത്ത് ഇങ്ങോട്ട് വിളിച്ചു. നീ ജോലി അന്വേഷിക്കല്ലേ, ഞങ്ങളുടെ DXN എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ജിജിത്തിനോട് പറഞ്ഞു ഓക്കെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ DXNന്റെ വെബ്സൈറ്റ് എടുത്തു നോക്കി. അപ്പൊ ആദ്യം കാണുന്ന വേർഡ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് കേട്ടപ്പം മറ്റു പല മലയാളികളെയും പോലെ ഞാനങ്ങ് പേടിച്ചു പോയി. ഡയറക്ട് സെല്ലിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുക ആട്, തേക്ക്, മാഞ്ചിയം, മണി ചെയിൻ, നെറ്റ്വർക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളുടെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പം ഇത് കാരണം എനിക്ക് ഒരു പ്രശ്നമായി. അതായത് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയൊക്കെ നിലനിൽക്കുമോ? ഇങ്ങനത്തെ കമ്പനികളൊക്കെ തട്ടിപ്പ് കമ്പനികളാണെന്ന് കേൾക്കുന്നുണ്ട്. 2006 ഞാൻ എന്നിട്ട് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ ഒരു വിസ വേണം. അപ്പൊ ആ വിസയ്ക്ക് വേണ്ടിയിട്ട് DXNൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം മറ്റേതെങ്കിലും നല്ല കമ്പനിയിലേക്ക് മാറാം. ഇങ്ങനെ ഒരു കുടില ബുദ്ധിയുമായിട്ടാണ് ഞാൻ DXNൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഒരു കൊല്ലം വർക്ക് ചെയ്യാൻ ഞാൻ DXNൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു.
ഈ ഒരു കൊല്ലമാണോ 2 കൊല്ലമാണോ 3 കൊല്ലമാണോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണമല്ലോ. ആ പഠിക്കാൻ തുടങ്ങിയപ്പം ഇപ്പൊ സിറാജ് ഭായി പറഞ്ഞതുപോലെ ഒരുപാട് തിരിച്ചറിവുകൾ. അതായത് ദുബായ് ഓഫീസിൽ ഞങ്ങൾ ഇരിക്കുമ്പം വളരെ പാവപ്പെട്ട നേപ്പാളികളും ബംഗ്ലാദേശികളും പല പല നാട്ടിൽ നിന്നുള്ള യമനികളും പല ആൾക്കാരും വന്നിട്ട് ഈ കമ്പനിയെ പറ്റി വാതോരാതെ സംസാരിക്കുന്നു. അതായത് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. അവർ പറയുന്നത് ഈ കമ്പനിയാണ് ഞങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ചത്. ഞങ്ങൾ 1000 ദിർഹം 2000 ദിർഹം ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷെ മാസം DXL നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത് 10,000 15,000 ദിർഹമാണ്. ഞങ്ങളുടെ ശമ്പളത്തെക്കാളും 10 മടങ്ങും 20 മടങ്ങും ഒക്കെ കൂടുതലാണ് ഞങ്ങൾക്ക് DXL നിന്ന് കിട്ടുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കാർ വാങ്ങി, ഞാൻ എൻ്റെ നാട്ടിൽ പുതിയൊരു വീട് വെച്ചു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയൊക്കെ പിൽഗ്രിമേജിന് കൊണ്ടുപോയി. എൻ്റെ മക്കളൊക്കെ നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒരാൾ ലണ്ടനിൽ പഠിക്കുന്നു. ഒരു പെട്രോൾ പമ്പിൽ ഫില്ല് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയാ അയാളുടെ മകൻ പഠിക്കുന്നത് USA-ലും മകൾ പഠിക്കുന്നത് UK-ലുമാണ്. പെട്രോൾ ഫില്ലിംഗ് ബോയ്. അയാളുടെ ശമ്പളം ഇത്രയാണെങ്കിൽ കൂടിയും DXN എന്ന് പറയുന്ന ഈ കമ്പനി അയാളുടെ സാമ്പത്തിക ഭദ്രതയെ കംപ്ലീറ്റ്ലി പുരോഗമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറെ പേര് നമ്മളോട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ചില ആൾക്കാർ വന്നു. ഒരു ദിവസം ഞാൻ ദുബായ് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു UAE-യിലെ ഒരു ലോക്കൽ ലേഡി, ഒരു യങ് ആയിട്ടുള്ള ഒരു ലേഡി വന്നു. ഈ ലേഡി വരുന്നത് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് DXN ഓഫീസിലേക്ക് കയറി വരുന്നത്. നേരെ എൻ്റെ റൂമിലേക്ക് കയറി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ വിൽക്കുന്നത്? ഇതെന്ത് പ്രൊഡക്ട്സ് ആണ്? അപ്പൊ ഞാൻ ആദ്യം ഭയന്നുപോയി. ഇപ്പം സിറാജ് ഭായി പറഞ്ഞതുപോലെ എന്തെങ്കിലും റിയാക്ഷൻ ആയതാണോ ഇവർക്ക് പ്രൊഡക്റ്റ് കഴിച്ചിട്ട്, എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി മാഡം, വാട്ട് ഹാപ്പൻ? അപ്പൊ അവർ പറഞ്ഞു, എൻ്റെ മദറിന് ക്യാൻസർ ആയിരുന്നു, സ്റ്റൊമക്കിൽ ഒരു വലിയ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഈ പ്രൊഡക്റ്റ് പറഞ്ഞത്. ഈ പ്രൊഡക്റ്റ് കഴിച്ചു. അപ്പൊ 1 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് കഴിച്ചു. 1 മാസം കഴിഞ്ഞ് ഓപ്പറേഷന് പോയപ്പോൾ ഇവർ വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ട്യൂമർ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ഇവർ അവരുടെ വണ്ടി എടുത്ത് നമ്മളുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അത് ആനന്ദാശ്രുക്കളായിരുന്നു, സന്തോഷ കണ്ണീരായിരുന്നു. എന്റെ മദറിനെ രക്ഷിച്ച ഈ പ്രൊഡക്റ്റ് ഇതെന്താണ്? അന്ന് അവർ ആ കൗണ്ടറിലുള്ള എല്ലാ പ്രൊഡക്ട്സും ധാരാളം പണമുള്ള ആൾക്കാരാണ്, ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടാണ് അവര് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ നമ്മൾ ഈ 1 കൊല്ലം ഈ കുടില ബുദ്ധിയുമായിട്ട് ദുബായ് ഓഫീസിൽ ഇരിക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും കമ്പനി ചേഞ്ച് ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ലോകത്തിലെ ഏറ്റവും മാസ്മരികമായ കമ്പനിയിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന്. അതാണ് DXN. നിങ്ങൾ DXN-നെ പറ്റി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു 2-3 വീഡിയോസ് കാണിക്കാം. നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. ഇത് ഈ കമ്പനിയുടെ റീച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 3-4 ദിവസം മുന്നേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന ഫംഗ്ഷനാണ്. അതായത് 1 മാസം മുന്നെയോ 1 കൊല്ലം മുന്നെയോ അല്ല, കഴിഞ്ഞ ആഴ്ചയിലുള്ള വീഡിയോസ് മാത്രമാണ്. 3-4 ദിവസം മുന്നേ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന വീഡിയോ. ഇത് അർജന്റീന. ഈ ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മെസ്സിയുടെ നാട് അർജന്റീനയിലെ DXN മീറ്റിംഗ്. ഫ്രാൻസിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇവിടെ ലോകത്തിന്റെ ഈ ഭാഗത്ത് ചങ്ങനാശ്ശേരി വിജയ കൺവെൻഷൻ സെന്ററിൽ നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് പോലെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും, ഇത് സൗദി അറേബ്യ റിയാദിൽ മിനിഞ്ഞാന്ന് നടന്ന മീറ്റിംഗ് ആണ്. എല്ലാം കവേർഡ് ലേഡീസ്. അപ്പൊ കേരളത്തിലുള്ള ഈ ചെറിയ ചോട്ടാമോട്ട സെലിബ്രിറ്റികളെയൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപാട് വേഗത്തിൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കുവാനും ഒരുപാട് വേഗത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാധ്യമാക്കുവാനും നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ